നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാറു, എന്താടി നീ എന്തിനാ കരയുന്നേ? പാറു, കരയാതെ എന്താ ഉണ്ടായെന്ന് പറ. പ്രിയൻചേട്ടൻ എന്നോട് മിണ്ടുന്നില്ല, എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. എന്നെ കാണുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുക. അല്ല, പ്രിയൻ എന്തിനാ നിന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കുന്നേ? അറിയില്ല. പ്രിയൻ പിണങ്ങിയതിനാണോ നീ കരയുന്നേ? കൊച്ചുകുട്ടികളെ പോലെ. പ്രിയൻചേട്ടനോട് ഞാൻ പലതവണ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, വായി തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണമില്ലാതെ തന്നെ. അപ്പൊ പോലും പ്രിയൻചേട്ടൻ എന്നോട് പിണങ്ങിയിട്ടില്ല, മുഖം തിരിച്ചു നടന്നിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഇന്ന് ഗന്ധർവനെ കുറിച്ച് ഞാൻ ചോദിച്ചതിന് പ്രിയൻചേട്ടൻ എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഗന്ധർവൻ ആരാണെന്ന് ചോദിച്ച് ഇനിയും നീ എന്റെ പുറകെ വന്ന ഇതിലും ദേഷ്യത്തിലായിരിക്കും ഞാൻ നിന്നോട് സംസാരിക്കുക. നിന്റെ വീട് ഇപ്പോഴും പണയത്തില. നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്തണ്ടേ? ഗന്ധർവനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം അതിനുള്ള വഴികൾ ആലോചിക്കട്ടെ. പ്രിയൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. ഗന്ധർവന്റെ പേരും പറഞ്ഞ് ആ നന്ദൻ ഇവളോട് കാണിച്ച ദുഷ്ടതരങ്ങളൊക്കെ പ്രിയൻ അറിയില്ലേ? അവൻ വലിയ ഫ്രോഡാണെന്നും ഇവളെ ചതിക്കാണെന്നും കണ്ടുപിടിച്ചതും അവന്റെ വലയിൽ വീഴുന്നതിനു മുമ്പേ ഇവളെ രക്ഷിച്ചതും പ്രിയനല്ലേ? ഭൂമി വീണ്ടെടുക്കാനുള്ള 10 ലക്ഷം രൂപ സംഘടിപ്പിച്ചു കൊടുത്തതും പ്രിയൻ തന്നെ. എന്നിട്ടും ആ പണം തന്ന് സഹായിച്ചത് ഗന്ധർവനല്ലേന്ന് പ്രിയനോട് തന്നെ പോയി ചോദിച്ചാ പ്രിയന് ദേഷ്യം വരില്ലേ? അത് മീര പറഞ്ഞത് സത്യം തന്നെയാ. ആർക്കായാലും ദേഷ്യം വരും. പ്രിയൻ ഇവളോട് ചൂടായതല്ലേ ഉള്ളൂ. പ്രിയന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവളുടെ കരണക്കുറ്റിക്ക് 4 എണ്ണം പൊട്ടിച്ചേനെ. നോക്കു പാറു, ഗന്ധർവനെ വിശ്വസിച്ചു പോയതുകൊണ്ട് നിനക്ക് എന്തൊക്കെയാ അനുഭവിക്കേണ്ടി വന്നത്? അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രമാ അതിൽ നിന്നെല്ലാം നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇനിയും ഗന്ധർവൻ എന്ന് ആലോചിച്ച് നടന്ന് നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. ഗന്ധർവൻ കാരണം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഗന്ധർവനായിട്ട് അഭിനയിച്ച് നന്ദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനുള്ള ശിക്ഷ ദൈവം അവന് കൊടുക്കുകയും ചെയ്തു. ഗന്ധർവൻ ആരാണെന്ന് പ്രിയൻചേട്ടൻ അറിയാം. പ്രിയൻചേട്ടൻ അയാളെ കണ്ടിട്ടുമുണ്ട്. പ്രിയൻചേട്ടൻ തന്നെയാ അതെന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പ്രിയൻചേട്ടനോട് ചോദിച്ചേ. പാറു, ഗന്ധർവനെ അറിയാമെന്ന് പ്രിയൻ വെറുതെ പറഞ്ഞതാണെങ്കിലോ? നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആവാലോ. അതെന്താ നീ ആലോചിക്കാത്തത്? ആ, ഒറ്റ കാര്യം നീ ആലോചിച്ചാ മതി. നിന്റെ പൊട്ടത്തരം നിനക്ക് മനസ്സിലാവും. ഗന്ധർവന്റെ പേരും പറഞ്ഞ് നന്ദൻ നിന്നെ ചതിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഗന്ധർവൻ നിന്റെ മുമ്പിൽ വന്നോ? ഇല്ലല്ലോ. ആ, ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നത് ഓർത്ത് നീ കുറെ കരഞ്ഞു. കാശിനു വേണ്ടി പലരുടെ മുന്നിൽ നീ കൈനീട്ടി. ഗന്ധർവൻ നിന്റെ മുന്നിൽ വന്നോ? നിന്നെ സഹായിച്ചോ? ഇല്ലല്ലോ. ഏതോ ഒരു ഫ്രോഡ് നിന്നെ പറ്റിക്കാൻ വേണ്ടി വായിൽ വന്നൊരു പേര് പറഞ്ഞു, ഗന്ധർവനെന്ന്. നീ ഇതുവരെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ നീ മനസ്സിലെടുത്തു വെച്ച് നടക്കുന്നു. അയാളെ കുറിച്ച് ചോദിച്ച് എപ്പോഴും നിന്നെ സഹായിക്കുന്ന പ്രിയനോട് നീ ചൂടാവുന്നു. നിനക്ക് വട്ട. പാറു, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഗന്ധർവനെ അന്വേഷിച്ച് ഇനിയും നീ നടന്ന പ്രിയം മാത്രമല്ല, ഞാനും നിന്നെ കാണുമ്പോ മുഖം തിരിച്ച് നടക്കും. ഗന്ധർവൻ എന്നൊരാളില്ല. അയാളെ അന്വേഷിച്ച് നടന്ന ആയിഷ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഫ്രോഡിന്റെ മുമ്പിലായിരിക്കും നീ ചെന്നെത്തുക. ഞങ്ങള് പറയുന്ന ഒന്നും നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഗന്ധർവനുണ്ടെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടൊന്നും നിർത്ത്. അതുവരെ
ഈ കാര്യത്തില് ഞങ്ങളുടെ ഒരു സപ്പോർട്ടും നീ പ്രതീക്ഷിക്കണ്ട. വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാതെ പ്രിയം പറഞ്ഞതുപോലെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്ക്. കുടുംബത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വാസമുണ്ട്.